നമസ്കാരം. കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി ഉൾപ്പെടെയുള്ള മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു. കഴിഞ്ഞ 10 വർഷങ്ങളിൽ പിണറായി വിജയനും സംഘവും 17 രാജ്യങ്ങളിലേക്കാണ് 30 തവണ സന്ദർശനം നടത്തിയത്. ഇതിൻ്റെ ചെലവ് സംബന്ധിച്ച ഒരു വ്യക്തി വിവരാവകാശം ചോദിച്ചിരുന്നു. സംസ്ഥാനത്തെ പൊതുഭരണ വകുപ്പാണ് ഇതിന് മറുപടി നൽകിയത്. ഇതിൽ 8 സന്ദർശനങ്ങളെക്കുറിച്ചുള്ള കണക്കുകൾ മാത്രമാണ് അവർ പുറത്തുവിട്ടിരുന്നത്. ഏതാണ്ട് 3/4 കോടിയോളം രൂപയാണ് ഈ കണക്കിൽ കാണിച്ചിരുന്നത്. അതേസമയം ഈ സംഘങ്ങൾ വിദേശത്ത് താമസിച്ചതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചെലവിനെ സംബന്ധിച്ച കണക്കുകളുടെ സ്ഥാനത്ത് 0 എന്നാണ് ചേർത്തിരുന്നത്. എന്തുകൊണ്ടാണ് ഈ 0 വന്നത്? ഇവർ അവിടെ തെരുവിലാണോ അന്തി ഉറങ്ങിയത്? ഇവർക്ക് ഭക്ഷണം ആര് കൊടുത്തു? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മളുൾപ്പെടെ എല്ലാവരും തന്നെ ചോദിച്ചിരുന്നു. കാരണം ഇത് വളരെ ദുരൂഹത ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. ഇവർക്കെല്ലാം വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് സുഹൃത്തുക്കളായ വ്യവസായികളുണ്ടെങ്കിലും അവരുടെ വീടുകളിൽ തന്നെയാണോ പോയി താമസിച്ചത് എന്ന് പോലും നമുക്ക് സംശയം തോന്നിയിരുന്നു. എന്നാൽ പിന്നീട് ഔദ്യോഗിക തലത്തിൽ തന്നെ നമ്മൾ ഇതേക്കുറിച്ച് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സംസ്ഥാനത്തെ പൊതുഭരണ വകുപ്പിന് GADക്ക് ഇവരുടെ വിദേശയാത്ര സംബന്ധിച്ച് അവിടുത്തെ താമസ ചെലവുമായി ബന്ധപ്പെട്ട കണക്കുകൾ 0 എന്ന രീതിയിൽ മാത്രമേ കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ പിന്നിലെ കാരണങ്ങൾ ഇങ്ങനെയാണ്. ഇവിടെയുള്ള സർക്കാരുമായി ബന്ധപ്പെട്ട പ്രമുഖ വ്യക്തികൾ ഓരോ രാജ്യത്തും സന്ദർശനം നടത്തുമ്പോൾ അവരുടെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അതത് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളാണ്. ഇവരുടെ യാത്രയ്ക്കുള്ള വാഹനം, താമസിക്കാനുള്ള അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലങ്ങൾ മുതൽ ഇവർക്ക് ആ രാജ്യത്ത് സിം കാർഡ് ലഭ്യമാകുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യേണ്ടത് അതത് എംബസികൾ തന്നെയാണ്. അത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ ഔദ്യോഗിക സന്ദർശനത്തിൻ്റെ ഭാഗമായി ഓരോ രാജ്യത്ത് എത്തുമ്പോൾ അവർ അത് ചെയ്യാറുമുണ്ട്. എന്നാൽ ഈ ചെയ്തു കൊടുക്കുന്ന സഹായം ഒരിക്കലും ഒരു സൗജന്യമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവർ സന്ദർശനമൊക്കെ പൂർത്തിയാക്കി മടങ്ങിയെത്തുമ്പോൾ ഇത് അതത് എംബസികൾ ഇവർക്ക് വേണ്ടി ചിലവാക്കിയ തുക എത്രയാണെന്നുള്ളതിൻ്റെ കൃത്യമായ കണക്ക് കേന്ദ്ര സർക്കാരിനെ അറിയിക്കാറുണ്ട്. ഇത്ര രൂപയാണ് ഞങ്ങൾക്ക് ഇവരുടെ ഓരോ ആവശ്യത്തിനും വേണ്ടി ചിലവാക്കിയത് എന്നുള്ള ഓരോ കണക്ക് തിരിച്ചുള്ള വളരെ കൃത്യമായ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിനെ അതത് എംബസികൾ അറിയിക്കും. ഇതിനെ തുടർന്നുണ്ടാകുന്ന നടപടികളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്തരത്തിൽ ഓരോ സംസ്ഥാനത്തും നിന്നുള്ള ഭരണാധികാരികളും അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമൊക്കെ വിദേശത്ത് ചിലവഴിച്ച ഈ ഒരു തുകയുണ്ടല്ലോ, എംബസി ചിലവഴിച്ച തുക, അത് കേന്ദ്ര സർക്കാരിൻ്റെ പണമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനത്തിനും നൽകുന്ന വിഹിതത്തിൽ നിന്ന് ഈ തുക കിഴിച്ചിട്ടാണ് പിന്നീട് നൽകുന്നത്. ഇത് നമ്മൾ സാധാരണയായി പലപ്പോഴും അറിയാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വാസ്തവം. അതുകൊണ്ടാണ് സംസ്ഥാനത്തെ പൊതുഭരണ വകുപ്പിന് ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ലാത്തത് കൊണ്ട് അവർ 0 എന്ന് ചേർത്തിരുന്നത് എന്നാണ് നമുക്ക് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരത്തിൽ ഇവർ താമസത്തിനും ഭക്ഷണത്തിനും വാഹനത്തിനുമൊക്കെ വേണ്ടി ചിലവഴിച്ച തുക ഈ ഇവിടെ പറഞ്ഞ 8 രാജ്യങ്ങളിൽ 3/4 കോടി എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എങ്കിൽ നമ്മുടെ സങ്കല്പത്തിനപ്പുറമുള്ള കോടികളാണ് ഈ 30 വിദേശ യാത്രകൾക്കും വേണ്ടി ഇവർ ചിലവഴിച്ചത് എന്ന് തന്നെ കണ്ടെത്തേണ്ടി വരും. കാരണം നമുക്കറിയാം, ഇവർ പോയ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ അവിടുത്തെ പഞ്ചനക്ഷത്ര അല്ലെങ്കിൽ സപ്തനക്ഷത്ര ഹോട്ടലുകളിലാണ് ഇവർ പലരും താമസിച്ചിരുന്നത്. പാരീസിൽ ഇവർ നടത്തിയ സന്ദർശന വേളയിൽ അന്ന് വന്നിരുന്ന ഒരു ആരോപണം, ഇവർ താമസിച്ചിരുന്ന മുറിക്ക് ഒരു ദിവസം 7 ലക്ഷം രൂപയാണ് വാടക എന്നായിരുന്നു. ഇതുപോലെ ലക്ഷങ്ങൾ വാടക നൽകുന്ന മുറിയിലാണ് ഈ സംഘാംഗങ്ങൾ താമസിച്ചിരുന്നത്. അത്തരത്തിലുള്ള ചിലവ് ഒരു ഭാഗത്ത്. പിന്നെ ഇവരുടെ ആഡംബര ഭക്ഷണം, വിദേശ രാജ്യങ്ങളിൽ നമുക്കറിയാം, അവിടെ അതാത് രാജ്യങ്ങളിലെ ഇപ്പോൾ ഡോളറാണെങ്കിലും ക്രോൺ ആണെങ്കിലും എല്ലാം അതത് രാജ്യങ്ങളിലെ നാണയവിനിമയ നിരക്കനുസരിച്ചായിരിക്കും അവിടുത്തെ ഭക്ഷണത്തിൻ്റെ വില തീരുമാനിക്കപ്പെടുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വലിയ തുക ഇവരുടെ ഭക്ഷണത്തിനായി ചിലവഴിക്കേണ്ടി വരും. പല രാഷ്ട്രീയതാക്കന്മാരും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തന്നെ അമിതമായ ഇഷ്ടങ്ങളുള്ളവരാണ്. നെയ്മീനില്ലാതെ ഊണ് കഴിക്കാൻ പോലും കഴിയാത്ത ഭരണാധികാരികളൊക്കെ ഉള്ള ഒരു നാടാണ് നമ്മുടേത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവർ ഭക്ഷണത്തിനും വലിയൊരു തുക ചിലവഴിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഹോട്ടലിലെ താമസത്തിൻ്റെ ബില്ല് ഒരു ഭാഗത്ത്, ഇവരുടെ ഭക്ഷണത്തിൻ്റേതൊന്ന്, ഇനി ഇവരുടെ യാത്രയാനുള്ള വാഹനങ്ങൾ, ഒരുപക്ഷെ അത് വാടകയ്ക്കെടുത്ത വാഹനങ്ങൾ തന്നെയായിരിക്കാം, ആഡംബര വാഹനങ്ങൾ തന്നെയായിരിക്കും ഇവർക്കെല്ലാം വേണ്ടി വാടകയ്ക്കെടുക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിലും വലിയൊരു തുക ഇന്ത്യൻ എംബസികൾക്ക് ഇവർക്ക് വേണ്ടി ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 30 തവണ 17 രാജ്യങ്ങളിലേക്ക് പിണറായി സംഘവും സന്ദർശനം നടത്തിയതിൻ്റെ കണക്ക് ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മലയാളികളുടെ കണ്ണ് തള്ളിപ്പോകും എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഇതിൻ്റെ കൃത്യമായ കണക്കുകൾ നമുക്ക് ലഭ്യമാകണമെങ്കിൽ ഓരോ വ്യക്തിയും ചെയ്യേണ്ടത് അതത് രാജ്യത്തെ ഇന്ത്യൻ അംബാസഡർക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ കണക്കുകൾ നമുക്ക് ലഭ്യമാകുകയുമുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പല മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ഓരോ വർഷവും വിദേശ സന്ദർശനം നടത്തുന്നതിൻ്റെ ആ ഒരു എത്ര വലിയ തുകയായിരിക്കും ഇവർ ഇതിനുവേണ്ടി ചിലവഴിക്കുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. പലപ്പോഴും നമ്മൾ ചർച്ചകൾ പറഞ്ഞിട്ടുള്ളത് പോലെ ഇടതുപക്ഷക്കാരായ
മുഖ്യമന്ത്രിമാർ നമ്മുടെ നാട് ഭരിച്ചപ്പോഴും തന്നെ അവർ ഇത്രയധികം വിദേശ യാത്രകൾ ഒരിക്കലും നടത്തിയിരുന്നില്ല. ഒരുപക്ഷെ നടത്തിയെങ്കിൽ പോലും അവർ സാധാരണ വളരെ മിതമായ നിരക്കിലായിരിക്കാം താമസിച്ചിട്ടുള്ളത്, ഭക്ഷണം കഴിച്ചിട്ടുള്ളത്, യാത്ര ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ വിമാനത്തിലെ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുകയും 5 സ്റ്റാർ ഹോട്ടലിലോ 7 സ്റ്റാർ ഹോട്ടലിലോ താമസിക്കുകയും അതുപോലെ മുന്തിയ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്ത് ജീവിതം അവിടെ ആഘോഷിക്കുമ്പോൾ അത് നമ്മുടെ ഖജനാവിൽ നിന്ന് തന്നെയാണ് നഷ്ടമാകുന്നത്, കേരളത്തിൻ്റെ പണം തന്നെയാണ് നഷ്ടമാകുന്നത്. ഇത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരു ഭരണാധികാരിയും ചൂണ്ടിക്കാട്ടാറില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇതെല്ലാം അവർ തങ്ങളുടെ ആനുകൂല്യമാണ്, തങ്ങൾക്കുള്ള പ്രിവിലേജാണ് എന്ന് കരുതിയായിരിക്കും പലപ്പോഴും ജനങ്ങളോട് ഇക്കാര്യം പുറത്തു പറയാൻ വിസമ്മതിക്കാറുള്ളത്. അതത് രാജ്യങ്ങളിൽ നിന്ന് ഇവർ മടങ്ങിയെത്തി കഴിയുന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഇവരുടെ ഈ ചിലവിൻ്റെ എല്ലാം കണക്കുകൾ കേന്ദ്ര സർക്കാരിൻ്റെ പക്കലെത്തുന്നു എന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ സംഘം നടത്തിയ ഈ വിദേശ യാത്രകളുടെ താമസ ചെലവിൻ്റെ കണക്ക് 0 എന്ന് കണ്ടതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. അതിനർത്ഥം നമ്മൾ കരുതിയതുപോലെ ഇവർ ഗാന്ധിയൻ മാർഗത്തിൽ ഏതെങ്കിലും അവിടുത്തെ മലയാളിയുടെ വീട്ടിൽ പോയി താമസിച്ചു എന്ന് നമ്മൾ പലരും ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചിരിക്കാൻ പോലും സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇവർ ഇവിടെ ജീവിക്കുന്നതിനേക്കാളും പരമാവധി ആഡംബര ജീവിതം തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ നയിച്ചിരുന്നത് എന്ന് തന്നെയാണ് ഇതിൽ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. 30 രാജ്യങ്ങൾ, 10 വർഷം കൊണ്ട് 30 രാജ്യങ്ങളിൽ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഘമൊക്കെ കൂടെ ഒരുമിച്ച് സന്ദർശനം നടത്തുക എന്ന് പറയുമ്പോൾ എത്ര കോടി രൂപയാണ് ഓരോ തവണയും ചിലവാക്കേണ്ടി വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ പലതവണ വിദേശ സന്ദർശനം നടത്തിയത് ഇതിൻ്റെ ചികിത്സാർത്ഥമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അമേരിക്കയിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായുള്ള യാത്ര. അവിടെയും ചികിത്സാ ചെലവ് ഒരു വശത്ത്, മറ്റൊരു വശത്ത് ഈ ചികിത്സയ്ക്ക് മുഖ്യമന്ത്രിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരോ ഒക്കെ തന്നെ കൂടെ പോയിരുന്നിരിക്കാം. അവരുടെ താമസത്തിൻ്റെ ചിലവ് എന്നുള്ളൊരു കാര്യം കൂടി അവിടെ ഉണ്ട്. ഈ വിദേശ യാത്ര എന്ന് ഉദ്ദേശിച്ചത് മറ്റ് മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും കൊണ്ട് നടത്തുന്ന യാത്ര മാത്രമല്ല, ഈ ചികിത്സാർത്ഥം നടത്തുന്ന യാത്രയിലും മുഖ്യമന്ത്രി ഒരിക്കലും തനിച്ചായിരിക്കില്ല, ഒറ്റയ്ക്കായിരിക്കില്ല അവിടെ പോകുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഇനത്തിലും, അതായത് ചികിത്സയ്ക്ക് അമേരിക്കയിലും മറ്റും പോകുന്ന ഇനത്തിലുമൊക്കെ തന്നെ വലിയ തുകയായിരിക്കാം മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയന് വേണ്ടി അന്ന് സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെലവഴിക്കേണ്ടി വന്നിട്ടുള്ളത്. ഏതായാലും ഇതിൻ്റെ മൊത്തം കണക്കെടുക്കുകയാണെങ്കിൽ മലയാളി ശരിക്കും അത്ഭുതപ്പെട്ടു പോകും എന്ന് തന്നെയാണ് പലരും പറയുന്നത്. കാരണം അത്രയും വലിയൊരു ആഡംബര ജീവിതമാണ് ഇവരെല്ലാവരും തന്നെ വിദേശ രാജ്യങ്ങളിലെത്തി അവിടെ ആസ്വദിച്ചിരുന്നത് എന്ന് തന്നെ വേണം പറയാൻ. ഏതായാലും ഈ ഒരു 0 കണക്ക് ശരിയല്ല. ഇവരെല്ലാവരും തന്നെ വളരെ സമ്പൂജ്യരായ രീതിയിൽ തന്നെയാണ്, അതായത് ആദരിക്കപ്പെട്ട നിലയിൽ തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ അവിടെ ചെന്ന് ഔദ്യോഗിക സന്ദർശനം നടത്തി ജീവിതം ആഘോഷിച്ചത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ.